എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ളൊരു മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാ നീരും ഒരു 1/4 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് മയണൈസിന് എത്ര തിക്നെസ് വേണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഇനി ഇതിനകത്ത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മയണൈസ് ഇങ്ങനെ ദഹിക്കാതെ മുകളിലോട്ട് നിൽക്കുന്ന പോലൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തിക്കായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വളരെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആ ഒരു തിക്നെസ്സൊക്കെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതിനകത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ പുളിയോ ഉപ്പോ എന്തെങ്കിലും മുന്നിട്ട് നിൽക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാ ബാക്കി എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഒരു പ്രശ്നവും കൂടാതെ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗാർലിക് മയോ സോസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു ഷവർമയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ റെസിപ്പിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ റെസിപ്പി വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മുടെ മയണൈസ് ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റിൽ താഴെ എല്ലാം കൂടി ചേർത്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്